ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ, നമ്മൾ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് മോളെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായില്ലേ മോർണിംഗ് വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്, ഇന്നിപ്പോൾ നമ്മുടെ മോർണിംഗ് റൂട്ടീനൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. അങ്ങനെ മോൾ ആൻറ്റി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൻറ്റീൻ്റെ അടുത്താക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. വന്ന് നോക്കുമ്പോൾ ഇസുവിനെ ഉറക്കി കിടത്തിയിട്ടായിരുന്നു കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. വന്ന് നോക്കുമ്പോൾ അവളുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം റൂമിലൊന്നൊക്കെ നോക്കിയപ്പോൾ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ആൾ കിച്ചണിൽ പോയിട്ട് എന്നെ ഇങ്ങനെ തിരയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ എടുത്തതാ അവളെ ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. രാവിലെ എന്തായാലും ആ തിരക്കിൽ മോള് പോയാലും കുഞ്ഞാക്കാനെ പറഞ്ഞേക്കലും ഒക്കെ കൂടെ ആയിട്ട് ആ തിരക്കിൽ ചായ കുടിക്കാനൊന്നും ടൈം കിട്ടൂല. സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ നമ്മൾ ഒരുമിച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കൽ. ഇല്ലെങ്കിൽ ഞാനും ഇസും ഇങ്ങനെ കഴിക്കും, ഇല്ലെങ്കിൽ അവൾക്ക് നല്ല മൂഡ് അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ആദ്യം കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. പിന്നെ അവൾക്ക് ഞാൻ ഇന്നലത്തെ രാത്രി ഉണ്ടാക്കിയ മക്രോണി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ദോശയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ ന്യൂസിന് സ്കൂളിലേക്കും എന്താ പറയുക ലഞ്ചിന് ദോശ തന്നെയാണ് കൊടുത്തു വെച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ചായയും കടിയും അതുപോലെ ഉച്ചത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിയലുണ്ട്. ഇന്നിപ്പോൾ കറിയുണ്ട്, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ വെക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാണ്ടോ. അപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവളെന്തോ മുളകെന്തോ കടിച്ചു തോന്നുന്നു. അപ്പോൾ പിന്നെ എന്നോട് ദേഷ്യം പിടിച്ചിട്ടോ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് കുറച്ചൊരു ചീരവിത്തൊക്കെ പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉറുമ്പ് കൊണ്ടുപോയി തോന്നുന്നു, ഞാൻ അവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ അവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താ വെയിലില്ലേ, നിങ്ങളവിടെയൊക്കെ വെയിലെങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. അങ്ങനെ അതൊക്കെ നനച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേഗം നമ്മുടെ അടുത്ത ഡ്യൂട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. നേരെ നമുക്ക് വാഷിങ്ങിന് ഇടാനുള്ളതും കൂടെ ഇട്ടിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലിക്വിഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് 2 ദിവസമായിട്ടുള്ള ഈ ഒരു സോപ്പ് പൊടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കെന്താ പറയുക, ആ ലിക്വിഡിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ടില്ല. പിന്നെ ഞാൻ അകത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. ഇസു എൻ്റെ ഒരു ടോപ്പും അതുപോലെ ഷാളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് വേഗം ഷാളൊക്കെ ഊരി മാറ്റിയാണ് കേട്ടോ. ആൾക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കും. അങ്ങനെ ഇനൂസിനാണെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ, അവൾ പെട്ടെന്നൊന്നും അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഒരു ക്യാരക്ടറേ അല്ല. ഇത് നേരെ തിരിച്ചിട്ടാണ്. അതിന് ശേഷം ഞാൻ പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരു കണക്കിന് ചിന്തിച്ചാൽ നമ്മൾ അമ്മമാർ രാവിലെ എന്തൊക്കെ പണികളാണല്ലേ തീർക്കുന്നത്. മക്കളെ റെഡിയാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒപ്പം വീട്ടിലത്തെ കാര്യങ്ങൾ, പിന്നെ ചെറിയ കുട്ടികളുണ്ട് അവരുടെ കാര്യങ്ങൾ എല്ലാം നോക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളുടേതായ ശരീരത്തിനുള്ള റെസ്റ്റൊക്കെ കൊടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എന്താ പറയുക പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കുന്നുണ്ട്. ചില ദിവസം ഇങ്ങനെ ആവില്ല, വൈകുന്നേരം ആയാലും എൻ്റെ പണിയൊന്നും തീരൂല കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ പണി ചെയ്യുക. അങ്ങനെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ സിറ്റൗട്ടൊക്കെ തുടച്ച് വന്നിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് നമുക്കുള്ള ലഞ്ചിനുള്ള ചോറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ആകെ മിസ്സാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ രാവിലെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കഴുകലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനൊന്നും മൂടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസം ഓരോ മൈൻഡിലായിരിക്കും. അങ്ങനെ ഇപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഞാനിതാ വേഗം നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 കട്ടിൽ അടുപ്പിച്ചിട്ടത് കാരണം ബെഡൊക്കെ വിരിച്ചിടാനൊക്കെ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുതപ്പൊക്കെ കൊണ്ടുവന്നിട്ട് സെറ്റിമിലേക്ക് ഇട്ടപ്പോഴാണ് ഇസുവിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ അലക്കാൻ വേണ്ടിയിട്ട് സോപ്പ് പൊടി എടുത്തിട്ട് അത് മെഷീൻ്റെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളതൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ വാരി നിലത്തേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേഗം അതൊക്കെ ഒന്ന് കുപ്പിയിലേക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കഥ പറയാനുണ്ടാവില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രായം മക്കൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എന്താ പറയുക നല്ല രസമായിരിക്കും കേട്ടോ. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ ടൈം പോകുന്നതേ അറിയില്ല. എത്ര പെട്ടെന്ന് നേരം വെളുക്കുന്നു, വൈകുന്നേരമായിരുന്നു, പിറ്റേ ദിവസമായിരുന്നു, ആ ഒരു അവസ്ഥയിൽ അങ്ങനെ പോകാൻ കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവച്ച് വന്നപ്പോഴത്തേക്ക് ആൾ എന്നോട് പിന്നെ എന്തിനോ വഴക്കിട്ടു കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് ദാഹത്തേക്ക് എടുത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചുരിദാർ അയച്ചിടാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ അങ്ങനെ കളിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് നീറ്റാക്കി എടുക്കണം.
പിന്നെ ഇപ്പം ഞാൻ ഒരുപാട് ദിവസമായി കേട്ടോ ഈ ഒരു ഡെയിലി വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരാം കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുമ്പോഴേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു കഷ്ടപ്പാടിന് എന്തെങ്കിലുമൊക്കെ ഒരു ഫലം വേണമെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാൻ ആളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് അപ്പോഴേക്കും കുഞ്ഞാക്ക എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാക്ക വണ്ടിയിൽ രാവിലെ സെറ്റപ്പാക്കി കൊടുത്തിട്ട് പിന്നെ വീട്ടിലേക്ക് വരും. പിന്നെ ഉച്ചയ്ക്ക് വണ്ടി ഷിഫ്റ്റിങ്ങിന് പോകും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അവർ രണ്ടുപേരും കളിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഇതാ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടിച്ചു വാരിയിട്ട് ഞാനിപ്പോൾ തുടച്ചിട്ടില്ല കേട്ടോ. ഇനി വന്നിട്ട് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടെ അതിന് ശേഷമാണ് തുടക്കുള്ളൂ. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയാവും. പക്ഷേ എന്നൊന്ന് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എനിക്ക് ആ ഒരു എന്താ പറയുക മൂപ്പിൻ്റെ ആ ഒരു വര കണ്ടാലേ സമാധാനമാവുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവരാണ് അധിക പേരെന്നാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അങ്ങനെ ഇതാ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം ഇതാ ഞാൻ പിന്നെ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചധികം വേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം നല്ല ചൂടായത് കാരണം നമ്മൾ വെക്കുന്ന ചോറൊക്കെ പെട്ടെന്ന് തന്നെ നാശമായി പോവുകയാണ്. ഇപ്പം ഞാൻ 2 നേരത്തേക്ക് ഒരുമിച്ച് ഇങ്ങനെ വെക്കാറില്ല. അങ്ങനെ ആകുമ്പോൾ വേഗം നാശമായി പോവുകയാണ്. ഇന്നൊക്കെ ഉച്ചത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇന്നലെ വെച്ച ചോറാണ്. പിന്നെ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് വേസ്റ്റിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ റമദാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ റമദാനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. ശേഷം ഞാൻ പറഞ്ഞില്ല വേസ്റ്റ് കൊണ്ടുപോയി കൊട്ടിന്ന്. ഇനിയിപ്പോൾ നമ്മുടെ പച്ചക്കറീൻ്റെ വേസ്റ്റും അതുപോലെ ഫ്രൂട്ട്സ് കഴിച്ച അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ആ ഒരു പാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇടാറില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഫ്രണ്ടിലൊരു തെങ്ങ് നട്ടിട്ടുണ്ട്. വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അതിനുശേഷം ഇതാ നമ്മുടെ കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ മാത്രമേ കിച്ചണിലേക്ക് വരുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ വെച്ച ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോസിൽ കാണിച്ചിട്ടില്ല. ശേഷം ഇതാ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ അലക്കാനിട്ടതൊക്കെ ഒന്ന് ഡ്രയറിലൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കട്ടെ. നല്ല വെയിലായത് കാരണം നമ്മൾ ഇപ്പം ഇട്ടാൽ തന്നെ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. ഇന്നിനിപ്പോൾ മോളുടെ 2 യൂണിഫോമും അതുപോലെ കുഞ്ഞാക്കാൻ്റെ ഒരു മുണ്ടൊക്കെ ഉണ്ട് കല്ലുമ്മ അലക്കാൻ വേണ്ടിയിട്ട്. അതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ നമ്മുടെ അകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു എല്ലാ പണികളും കഴിഞ്ഞിട്ട് ലാസ്റ്റ് തുടച്ചിടുകയാണെങ്കിൽ എന്താ പറയുക നല്ല നീറ്റായിരിക്കും കേട്ടോ. പിറ്റേ ദിവസം വരെ നമ്മുടെ വീട് നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് തുടച്ചിട്ടിട്ട് പിന്നെയും എന്താ പറയുക നമ്മുടെ പാത്രം കഴുകൽ അതുപോലെ അകത്തേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കൽ അല്ലാത്ത പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത്ര നീറ്റായിട്ട് തോന്നാറില്ല. ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്താ പറയുക അടിച്ചു വാരിയിട്ട് തന്നെ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ വൃത്തി ഉണ്ടാവുമല്ലോ. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് നോക്കുക. ആകുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും കേട്ടോ. അങ്ങനെ വേഗം ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ രാവിലത്തെ ആ ഒരു ജഗബുഗ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട്. നമ്മുടെ വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ മോർണിംഗ് റൂട്ടീന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.